യെസ് മക്കളെ, നമുക്ക് ഇനി വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആവശ്യമുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് പറയാൻ പോണേ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണ്? അതായത് ഒന്നിലധികം വേവുകൾ, അതായത് മിനിമം രണ്ട് മിനിമം വേവുകൾ, 2, 3, 4 എത്ര വേണമെങ്കിലും ഒന്നിലധികം വേവുകൾ അറ്റ് എ ടൈം, അതായത് ഒരേ സമയത്ത് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഒരു മീഡിയത്തിലൂടെ ഒന്നിലധികം വേവുകൾ എന്ത് ചെയ്യുന്നു മക്കളെ? അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നു? പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ വേവ് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് എന്താ ചെയ്യാം മക്കളെ? ഓസിലേറ്റ് ആണ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യത്തെ വേവിന് വേണ്ടി പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യണം. അതേ സമയത്ത് രണ്ടാമത്തെ ഒരു വേവും അവിടെ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം 2 വേവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, അറ്റ് എ ടൈം 2 വേവുകൾ ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾ ഈ 2 വേവിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഓസിലേറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? 3 വേവുകൾ ഉണ്ടെങ്കിൽ എന്താണ്? 3 വേവിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? ഓസിലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അറ്റ് എ ടൈം 2 or more waves present in a medium or propagating in a medium, the resultant displacement of the particle of the medium, അതായത് മീഡിയത്തിലുള്ള പാർട്ടിക്കിളിന്റെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതിൽ പ്രസന്റ് ആയിട്ടുള്ള ഓരോ വേവുകളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റുകളുടെ സമ്മാണ്. ഇപ്പൊ y1, y2, y3 3 വേവുകൾ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതിൽ y1 എന്ന് പറയുന്ന ഫസ്റ്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, y2 എന്ന് പറയുന്ന സെക്കൻഡ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, y3 എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ മക്കളെ 3 വേവുകളുടെയും ഡിസ്പ്ലേസ്മെന്റുകളുടെ സമ്മാണ് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പൊ അറ്റ് എ ടൈം 2 അതിലധികമോ വേവുകൾ വരികയാണെങ്കിൽ ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേവുകളുടെയും ഡിസ്പ്ലേസ്മെന്റുകൾക്ക് എന്താണ് മക്കളെ? സമ്മാണ്. അതാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത് മക്കളെ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞേ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വേവ്, ആദ്യത്തെ ഒരു വേവ് 5 മീറ്റർ ക്രസ്റ്റ് കൊണ്ടാ വരുന്നു വിചാരിക്കാം. 5 മീറ്റർ ക്രസ്റ്റ്, മക്കളെ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് നിങ്ങൾക്കറിയാം. അപ്പൊ ആദ്യത്തെ വേവ് 5 മീറ്റർ ക്രസ്റ്റ് കൊണ്ടുവരുന്നു. അപ്പൊ ആ പാർട്ടികൾ എന്ത് ചെയ്യണം മക്കളെ? 5 മീറ്റർ മുകളിലോട്ട് പോകണം. ഏത് പാർട്ടികൾ? ആ മീഡിയത്തിലെ പാർട്ടികൾ 5 മീറ്റർ മുകളിലോട്ട് പോകണം. അതേ സമയത്ത് എന്ത് ചെയ്യുന്നു? മറ്റൊരു വേവും 5 മീറ്റർ ക്രസ്റ്റ് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ 2 വേവുകളും 5 മീറ്റർ ക്രസ്റ്റ് കൊണ്ട് ഒരേ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? ആ പാർട്ടിക്കിളിന് ആദ്യത്തെ വേവിന് വേണ്ടി 5 മീറ്റർ മുകളിലേക്ക് കൊണ്ടുവരും, രണ്ടാമത്തെ വേവിന് വേണ്ടി 5 മീറ്റർ മുകളിലേക്ക് കൊണ്ടുവരും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ 10 മീറ്റർ അവിടേക്ക് പോകും മക്കളെ, മുകളിലേക്ക് പോകും. ക്ലിയർ ആയില്ലേ? അതാണ് കട 2 വേവുകളുടെ ഡിസ്പ്ലേസ്മെന്റുകൾ തമ്മിൽ ആഡ് ചെയ്തു. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വേവ് 5 മീറ്റർ ട്രഫ് കൊണ്ടുവരിക എന്ന് വിചാരിക്കാം. രണ്ടാമത്തെ വേവ് എന്ത് ചെയ്യുക? അവിടെയും 5 മീറ്റർ എന്ത് കൊണ്ടുവരിക? ട്രഫ് കൊണ്ടുവരികയാണെങ്കിൽ ആദ്യത്തെ വേവിന് വേണ്ടി 5 മീറ്റർ താഴേക്ക് കൊണ്ടുവരും മക്കളെ. ട്രഫ് എന്ന് പറയുമ്പോൾ താഴേക്കാണ്. രണ്ടാമത്തെ വേവിന് വേണ്ടി 5 മീറ്റർ എന്ത് ചെയ്യേണ്ടി വരും? താഴേക്ക് കൊണ്ടുവരും. അപ്പൊ 2 വേവും കൂടി ഒരുമിച്ച് പോകുമ്പോൾ മക്കളെ എന്ത് വരും? 10 മീറ്റർ ട്രഫ്, അതായത് കുറച്ചുകൂടി വലിയൊരു ട്രഫ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നിലധികം വേവുകൾ എന്ത് ചെയ്യാണ്? അറ്റ് എ ടൈം വരികയാണെങ്കിൽ ഓരോ വേവുകളുടെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റുകൾ തമ്മിൽ സംവിധാനം നമുക്ക് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം. അതാണ് ഏത് പ്രിൻസിപ്പിൾ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. മക്കളെ, ഒരു വേവിന് നമുക്ക് 3 രീതിയിലാണ് സൂപ്പർ പൊസിഷൻ സാധാരണ പറയാറ്. ഇന്റർഫറൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്റർഫറൻസ് നമ്മൾ +2 കേട്ടോ. സ്റ്റേഷനറി വേവ്, അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മക്കളെ. സ്റ്റേഷനറി വേവ് +1 പഠിക്കാനുള്ളത്. പിന്നെന്താണ് മക്കളെ? ബീറ്റ്സ്. അങ്ങനെ 3 രീതിയിലാണ്, 3 റിസൾട്ടുകളാണ് സൂപ്പർ പൊസിഷൻ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്റർഫറൻസ് +2, സ്റ്റേഷനറി വേവ് ആൻഡ് ബീറ്റ്സ് ആർ ഇൻ +1 കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ പറയാൻ പോണത് സ്റ്റേഷനറി വേവും ബീറ്റ്സും ആണ് പറയാൻ പോണത്. അപ്പൊ ഇത് നോട്ട് ചെയ്യാം മക്കളെ. ഇന്റർഫറൻസ് എന്താ, സൂപ്പർ പൊസിഷൻ എന്താണെന്ന് നോട്ട് ചെയ്യാം. യെസ്, നോട്ട് ചെയ്തില്ലേ? ഓക്കെ. സ്റ്റേഷനറി വേവ് പറയാം മക്കളെ. സ്റ്റേഷനറി വേവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോർമേഷൻ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. കാരണം നമ്മൾ ക്രാഷ് ബാച്ചിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോർമേഷൻ ഒന്നും പറയില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ എപ്പോഴാണ് ഒരു സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ്ഡ് ആവുക? സ്റ്റേഷനറി വേവ് എപ്പോഴാണ് പ്രൊഡ്യൂസ്ഡ് ആവുക? സൂപ്പർ ഇമ്പോസിംഗ് ഓഫ്, അതായത് കൂടിച്ചേരുക അല്ലെ. സൂപ്പർ ഇമ്പോസിംഗ് ഓഫ് 2 വേവ്സ് മക്കളെ. 2 വേവുകൾ കൂടിച്ചേരാം. സൂപ്പർ ഇമ്പോസിംഗ് ഓഫ് 2 വേവ്സ് which are propagating in superimposing of two waves which are propagating in opposite direction. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന 2 വേവുകൾ ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി.
മക്കളെ രണ്ട് വേവുകളുണ്ട്. ആ രണ്ട് വേവുകളുടെയും ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി വേവ് ലെങ്തും എല്ലാതും മക്കളെ വേവ് ലെങ്തും ഈക്വൽ ആയി വരുന്ന രണ്ട് വേവുകൾ, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രണ്ട് വേവുകൾ ആഡ് ചെയ്താൽ വിൽ ഗെറ്റ് സ്റ്റേഷണറി വേവ്. അപ്പൊ എപ്പോഴാണ് സ്റ്റേഷണറി വേവ് കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് വേവുകൾ വേണം, അവരുടെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഒക്കെ സെയിം ആയിരിക്കണം, പക്ഷെ അവരുടെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്തായിരിക്കണം മക്കളെ, ഡിഫറെന്റ് ആയിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രണ്ട് വേവുകൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, സ്റ്റേഷണറി വേവ് കിട്ടും. സാർ ഒരു സ്റ്റേഷണറി വേവിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് വരച്ചാൽ ഇത് നമ്മൾ +1 കണ്ടുണ്ടാവും അല്ലെ. ഇങ്ങനെയാണ് ഒരു സ്റ്റേഷണറി വേവ് ഉണ്ടാവുക. ഇത് എങ്ങനെ ഉണ്ടാവുക നമുക്ക് പറയാനുള്ള സമയമില്ല, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ മക്കൾ. ഇതാണ് ഒരു സ്റ്റേഷണറി വേവിന്റെ ഒരു സിംബോളിക് പിക്ചർ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ പിക്ചറിക്കലി റെപ്രസെന്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതില് ഇതാണ് മക്കളെ നമ്മൾ വിളിക്കുക സ്റ്റേഷണറി വേവ് എന്ന് വിളിക്കുക. അതില് ചില പാർട്ടിക്കിൾ മക്കളെ, ഇതൊക്കെ പാർട്ടിക്കിൾസ് ആണ് അല്ലെ, ഇതൊക്കെ പാർട്ടിക്കിൾസ് ആണ്, നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. അതില് ചില പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിൾ, അതേപോലെ ഇവിടുത്തെ പാർട്ടിക്കിൾ, അതേപോലെ ഇവിടുത്തെ പാർട്ടിക്കിൾ, ചില പാർട്ടിക്കിൾ ഒന്നും ഓസിലേറ്റ് ചെയ്യുകയില്ല. അപ്പൊ നമ്മൾ സാധാരണ വേവില് പ്രോഗ്രസീവ് വേവ് നമ്മൾ പറഞ്ഞ സാധാരണ വേവില് എല്ലാ പാർട്ടിക്കിളിനും ഓസിലേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാ പാർട്ടിക്കിളിനും ഓസിലേറ്റ് ചെയ്യാനുള്ള അവസരം സാധാരണ വേവുകളുണ്ട്. പക്ഷെ സ്റ്റേഷണറി വേവിനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ലൂപ്പുകൾ ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. യെസ്, അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേഷണറി വേവ്. ഇത് നിങ്ങൾ എങ്ങനെ വന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് വേവിന്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ചില പാർട്ടിക്കിൾ എന്ത് ചെയ്യില്ല മക്കളെ, തീരെ ഓസിലേറ്റ് ചെയ്യില്ല. അതായത് ഇവിടെ കണ്ട തീരെ എന്ത് ചെയ്യില്ല, ഓസിലേറ്റ് ചെയ്യില്ല. അത്തരം ഓസിലേറ്റ് ചെയ്യാത്ത പാർട്ടികളെ നമ്മൾ എന്ത് വിളിക്കുക, നോഡുകൾ എന്ന് പറഞ്ഞ് വിളിക്കുക. ഓർമ്മയുണ്ടോ, നോഡുകൾ. അപ്പൊ നോഡുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം പാർട്ടികൾ വിച്ച് ആർ നോട്ട് ഓസിലേറ്റിംഗ്, അതായത് ഓസിലേറ്റ് ചെയ്യാത്തവരെ നമ്മൾ എന്ത് വിളിക്കുക മക്കളെ, നോഡുകൾ എന്ന് വിളിക്കുക. സോ പാർട്ടിക്കിൾ വിച്ച് ആർ നോട്ട് ഓസിലേറ്റിംഗ്, ഓസിലേറ്റ് ചെയ്യാത്തവരെ നമ്മൾ എന്ത് വിളിക്കുക മക്കളെ, നോഡുകൾ എന്ന് വിളിക്കുക. ഇനി ചില പാർട്ടികൾ ആണെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ്. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഞാനിവിടെ വരച്ചു വെച്ചിരുന്ന ഇത് ഫസ്റ്റ് പാർട്ടിക്കൽ, സെക്കൻഡ് പാർട്ടിക്കൽ. മക്കളെ ഈ രണ്ട് പാർട്ടിക്കിളിന് മാത്രമേ ഏറ്റവും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുള്ളൂ. മറ്റേ സാധാരണ പ്രോഗ്രസീവ് വേവ് പോലെയല്ല. സാധാരണ പ്രോഗ്രസീവ് വേവ് എല്ലാവർക്കും ഓസിലേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ടതിനൊപ്പം തന്നെ എല്ലാവർക്കും മാക്സിമം ഹൈറ്റിലേക്ക് പോകാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല മക്കളെ. സ്റ്റേഷണറി വേവിലിതാ ഈ പാർട്ടിക്കിളിനും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുള്ളൂ. അവരെയാണ് നമ്മൾ വിളിക്കുക മക്കളെ ആന്റി നോഡുകൾ എന്ന് വിളിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ആന്റി നോഡ് എന്ന് പറയുമ്പോൾ എന്താ, പാർട്ടിക്കിൾ വിച്ച് ആർ ഓസിലേറ്റിംഗ് അറ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, പാർട്ടിക്കിൾ വിച്ച് ആർ ഓസിലേറ്റിംഗ് ഇൻ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ ആന്റിനോഡ്, തീരെ ഓസിലേറ്റ് ചെയ്യാത്ത പാർട്ടിക്കിൾ നമ്മൾ നോഡ്. ബാക്കി എല്ലാ പാർട്ടിക്കിളിലെയും ആംപ്ലിറ്റ്യൂഡുകൾ എന്താണ് മക്കളെ, നോഡിനും ആന്റിനോഡിനും ഇടയിൽ കിടക്കും അല്ലെ. ബാക്കി എല്ലാ പാർട്ടിക്കിളും ആന്റിനോഡിനേക്കാൾ താഴെയായിരിക്കും എന്ത് ചെയ്യുക, അത്രയും ആംപ്ലിറ്റ്യൂഡിലാണ് എന്ത് ചെയ്യുക മക്കളെ, ഓസിലേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു സ്റ്റേഷണറി വേവിന്റെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ സ്റ്റേഷണറി വേവിനെ കുറിച്ച് ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേഷണറി വേവിനെ കുറിച്ച് പറയാം. അപ്പൊ നോഡ് ഉണ്ട്, ആന്റി നോഡ് ഉണ്ട്, ബാക്കി എല്ലാ പാർട്ടികളും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്ടികളും ഓസിലേറ്റ് ചെയ്യുന്നില്ല, ചില പാർട്ടികളും ഓസിലേറ്റ് ചെയ്യിക്കുന്നേ ഇല്ല. അവന് നമ്മൾ നോഡ് എന്ന് വിളിക്കും. അവന്റെ ആംപ്ലിറ്റ്യൂഡ് 0, അവനൊന്നുമില്ല, അവൻ ഓസിലേറ്റ് ചെയ്യുന്നില്ല. ചില പാർട്ടികളിനെ മാത്രം മാക്സിമം ഹൈറ്റിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അവന് നമ്മൾ എന്ത് വിളിക്കും മക്കളെ, ആന്റിനോഡ് എന്ന് വിളിക്കും. അതായത് ഒരു പക്ഷപാതം കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി. ഒരു പക്ഷപാതം കാണിക്കുന്ന വേവാണ് സ്റ്റേഷണറി വേവ്. ചില ആൾക്കാർക്ക് മാത്രം പരിഗണന, ചില ആൾക്കാരെ മാത്രം മുകളിലേക്ക് കൊണ്ടുപോകുന്നു ആന്റിനോഡിനെ. ചില ആൾക്കാരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നോഡ് അവനെ ഓസിലേറ്റ് ചെയ്യിക്കുന്നേ ഇല്ല. ബാക്കിയുള്ളവരെ, അതായത് വലിയ താല്പര്യം കുറവില്ല, ആവറേജ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓസിലേറ്റ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ മറ്റവരെ അത്ര ഓസിലേറ്റ് ചെയ്യിക്കില്ല. സോ ഒരു പക്ഷപാതമുള്ള വേവ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ അങ്ങനെ പഠിക്കുന്നതല്ലോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാൻ, ബാക്കി നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, നോട്ട് ചെയ്തോളൂ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. വീണ്ടും നമ്മൾ സ്റ്റേഷണറി വേവിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകണം. ആദ്യം ഞാനൊരു സ്റ്റേഷണറി വേവ് ഇങ്ങനെ വരച്ചു വെക്കുന്നു കേട്ടോ. ഇങ്ങനെ കാണുന്നതാണ് സ്റ്റേഷണറി വേവ് മക്കളെ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് എന്താണ്, ഇതും എന്താണ് മക്കളെ, ഈ മൂന്നെണ്ണം നോഡുകളാണ്. ഇവര് നമ്മൾ എന്താ വിളിക്കുക, ആന്റി നോഡ് എന്നാണ് വിളിക്കുക അല്ലെ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആന്റി നോഡ് മാക്സിമം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ നോഡ് ഉണ്ട് മക്കളെ, എന്തുണ്ട്, ആന്റി നോഡ് ഉണ്ട്. ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് എനർജി. നമ്മൾ സ്റ്റേഷണറി വേവിന്റെ കുറെ കാര്യങ്ങൾ പറയാൻ പോവാണ്, പ്രോപ്പർട്ടീസ് പറയാൻ പോവാണ്. ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് എനർജി. മക്കളെ എനർജിയുടെ ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.
സോ ദർ ഇസ് നോ നെറ്റ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പൊ സ്റ്റേഷണറി വേവില് എനർജിക്ക് എന്തില്ല മക്കളെ, ട്രാൻസ്ഫർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇല്ല. സോ എനർജിക്ക് എന്തില്ല മക്കളെ, ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, ഇനി ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ് കേട്ടോ. രണ്ട് നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മക്കളെ λ/2. ഏത് കൊച്ചു കുട്ടിക്ക് അറിയാട്ടാ, ഇത് ക്രസ്റ്റ് ആണ് വരുന്നത് അല്ലെ. ഒരു നോഡും മറ്റേ നോഡും തമ്മിൽ ക്രസ്റ്റ് ആണ് മാത്രമാണ്. ഈ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ വേവിന്റെ പകുതിയാണ് കേട്ടോ മക്കളെ. ക്രസ്റ്റും ട്രഫും ഉണ്ടെങ്കിലാണ് ഒരു ഫുൾ വേവ്. അപ്പൊ ക്രസ്റ്റ് ആണ് ഒരു നോഡിനും മറ്റേ നോഡിനും ഇടയിൽ കാണുന്നത്. സോ ക്രസ്റ്റ് കാണുന്നുണ്ട്. സോ അതെന്താണ് മക്കളെ, വേവിന്റെ പകുതിയാണ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നോഡ്, ആലോചിച്ചോളൂ കേട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നോഡ്, രണ്ട് നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മക്കളെ λ/2, അതായത് വേവ് ലെങ്ത്തിന്റെ പകുതിയാണ്. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ആന്റി നോഡ്, മക്കളെ ആന്റി നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ, ആന്റി നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാലും അതും തന്നെയാണ് മക്കളെ λ/2. ഈ ആന്റി നോഡും ഈ ആന്റി നോഡും അടുത്തടുത്തിരിക്കുന്ന രണ്ട് ആന്റി നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താലും അത് λ/2 തന്നെയാണ്. ഓക്കെ, നോഡും ആന്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് മക്കളെ, നോഡ് ഇതാണ് ആന്റിനോഡ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിന്റെ കൂടി പകുതി λ/4. അത് നോക്കി വെച്ചോളൂ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡ് ആൻഡ് ആന്റിനോഡ്, നോഡ് ആൻഡ് ആന്റിനോഡ്, നോഡും ആന്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് λ/4 അല്ലെ. നോക്കൂ, ഇതാണ് നോഡ്, ഇതാണ് ആന്റിനോഡ്. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇത് ക്രസ്റ്റ് ആണല്ലേ, ക്രസ്റ്റിന്റെ തന്നെ പകുതിയാണ്. സോ λ/4 കേട്ടോ. അപ്പൊ ഒരു നോഡും ആന്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/4, രണ്ട് നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/2, രണ്ട് ആന്റിനോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും λ/2 എന്ന് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി ഇത് പോയിന്റിലാണ്. ഇനി നമുക്ക് നോക്കാം വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ അറ്റ് നോഡ്. നോഡിലുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റി മക്കളെ, നോഡിലുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 0 ആണ്. നമുക്കറിയാം നോഡിലുള്ള പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നില്ല, ഓസിലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഓസിലേറ്റ് ചെയ്യാത്ത കാരണം അവന്റെ വെലോസിറ്റി എന്താണ് മക്കളെ, 0 ആണ്. മാക്സിമം വെലോസിറ്റി വരുന്നത് ആന്റിനോഡിലാണ്. അപ്പൊ മാക്സിമം വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ഏത് പാർട്ടിക്കിളാണ് മാക്സിമം വെലോസിറ്റി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിനോഡുള്ള പാർട്ടിക്കിളിനാണ് മാക്സിമം വെലോസിറ്റി വരുന്നത്. സോ മാക്സിമം വെലോസിറ്റി ഇസ് ഷോൺ ബൈ ദ ആന്റിനോഡ് പാർട്ടിക്കിൾ, സീറോ വെലോസിറ്റി ഇസ് ഷോൺ ബൈ നോഡ് പാർട്ടിക്കിൾ. ആൻഡ് എനി അതർ പാർട്ടിക്കിൾ മക്കളെ, മറ്റേ ഏത് പാർട്ടിക്കിളിന്റെയും എനി അതർ പാർട്ടിക്കിൾ will lie, velocity of any other particle കേട്ടോ, velocity of any other particle will lie between നോഡ് ആൻഡ് ആന്റിനോഡ്. മക്കളെ നോഡിനും ആന്റിനോഡും, അതായത് സീറോയ്ക്കും മാക്സിമത്തിനും ഇടയിൽ കിടക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ നോഡിനും ആന്റിനോഡിനും ഇടയിലാണ് മറ്റുള്ള പാർട്ടിക്കിളിന്റെ എന്ത് കിട്ടുക, വെലോസിറ്റി കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ മറ്റുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കാണാൻ പറ്റുന്നത് നോഡിനും ആന്റിനോഡും, അതായത് സീറോയ്ക്കും മാക്സിമത്തിനും ഇടയിലാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ വെലോസിറ്റി വരുന്ന പാർട്ടിക്കിൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം, ആന്റിനോഡ് എന്ന് പറയാം കേട്ടോ. ഏറ്റവും കൂടുതൽ വെലോസിറ്റി വരുന്നത് ആന്റിനോഡ്, ഏറ്റവും കുറവ് വെലോസിറ്റി വരുന്നത് നോഡിലെ പാർട്ടികളാണ്, കാരണം അവർ ഓസിലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്തല്ലേ. ഇനി നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പാർട്ടിക്കിൾ ഏതാ മക്കളെ, ഒന്ന് പറഞ്ഞേ. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പാർട്ടിക്കിൾ എ മാക്സ് വരുന്ന പാർട്ടിക്കിൾ ആന്റിനോഡ് ആണ് കേട്ടോ. ആന്റിനോഡിലുള്ള പാർട്ടിക്കിളിനാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 2a ആണ്. എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു വേവ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, ഫസ്റ്റ് വേവ്, രണ്ടാമത്തെ വേവ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഈ രണ്ട് വേവുകൾ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്, ഈക്വൽ ഫ്രീക്വൻസി, ഈക്വൽ വേവ് ലെങ്ത് ഉള്ള, ബട്ട് ഡയറക്റ്റിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ബട്ട് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവർ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടായിരുന്നു മക്കളെ, സ്റ്റേഷനറി വേവ് ഉണ്ടാണ്. ശ്രദ്ധിക്കണ്ട, ഇതേ പ്ലസ് ഇതാണിത് അല്ലെ. അപ്പൊ ഇങ്ങനൊരു വേവ് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഒരു വേവ് വരുന്നു, ഈ രണ്ട് വേവുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് കിട്ടിയാണ്. അപ്പോ ഈ എ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേവിന്റെ ആംപ്ലിറ്റ്യൂഡാണ്, എ. അപ്പോ ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എ, ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എ, അതായത് കൂടിച്ചേരുന്ന രണ്ട് വേവുകളുടെ ആംപ്ലിറ്റ്യൂഡുകൾ എ ആണെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് ആന്റിനോഡിലാണ്. എത്ര വരിക, 2a ആണ് വരിക. ക്ലിയർ ആണല്ലോ മക്കളെ? 2a, 2 ടൈംസ് ഓഫ് ഇൻഡിവിജ്വൽ, ഇങ്ങനെ പറയാം, 2 ടൈംസ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോ ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡിന്റെ 2 ഇരട്ടിയാണ് എന്ത് വരിക, ആന്റിനോഡിലെ ആംപ്ലിറ്റ്യൂഡ് വരിക. ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മക്കളെ, മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോഡിലാണ്. അത് എത്രയാണ്, 0 ആണ്. കാരണം നോഡിലെ പാർട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഓസിലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഓസിലേറ്റ് ചെയ്യാതെ കാരണമുണ്ട് മിനിമം ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 2a ആണ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 2a ആണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചോളൂ. അതിൽ എ എന്ന് പറയുമ്പോൾ ഒരാളുടെ
രണ്ട് വേവുകൾ ആഡ് ചെയ്തിട്ടാണ് സ്റ്റേഷണറി വേവ് ഉണ്ടാവുന്നത്. അതിൽ ഒരാളുടെ ആംപ്ലിറ്റ്യൂഡ് ആണ് എ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എനി അതർ പാർട്ടിക്കിൾ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് എനി അതർ പാർട്ടിക്കിൾ, മറ്റേത് പാർട്ടിക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് ലൈ ബിറ്റ്വീൻ 0 and 2a. മക്കളെ 0ക്കും 2aക്കും ഇടയിലാണ് മറ്റേതൊരു പാർട്ടിക്കിളിന്റെയും ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി വേവ് ലെങ്ത് ഓഫ് സ്റ്റേഷണറി വേവ്, മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. വേവ് ലെങ്ത് ഓഫ് സ്റ്റേഷണറി വേവ്, ഒരു സ്റ്റേഷണറി വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഈ സെയിം ആസ് വേവ് ലെങ്ത് ഓഫ് ഇൻഡിവിജ്വൽ വേവ്. അതായത് രണ്ട് വേവുകൾ കൂടിച്ചേർന്നിട്ടാണല്ലോ ഇതുണ്ടായിരിക്കുന്നത്. രണ്ട് വേവുകൾ കൂടിച്ചേർന്നിട്ടാണല്ലോ ഇതുണ്ടായിരിക്കുന്നത്. ആരുണ്ടായിരിക്കുന്നത്? സ്റ്റേഷണറി വേവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്റ്റേഷണറി വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആ കൂടിച്ചേർന്ന രണ്ട് വേവുകളുടെ വേവ് ലെങ്ത് തന്നെയാണ്. സ്റ്റേഷണറി വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആ കൂടിച്ചേരുന്ന ആ രണ്ട് വേവുകളുടെ വേവ് ലെങ്ത് തന്നെയാണ്. ക്ലിയർ ആയല്ലോ മക്കളെ? യെസ്. അപ്പോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അതുപോലെ ഫ്രീക്വൻസിയിൽ ഒന്നും മാറ്റില്ല കേട്ടോ. സ്റ്റേഷണറി വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ രണ്ട് വേവുകളുടെ ഫ്രീക്വൻസിക്ക് എന്താണ് മക്കളെ, ഈക്വലന്റ് ആണ്. അങ്ങനെ യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പോ ഇതൊക്കെയാണ് സ്റ്റേഷണറി വേവിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതായത് എനർജി ട്രാൻസ്ഫർ ഇല്ല, ചില പാർട്ടികൾ ഓസിലേറ്റേ ചെയ്യില്ല, അവരെ നോഡ് എന്ന് വിളിക്കാം. ചില പാർട്ടികൾ ഏറ്റവും മാക്സിമം ഹൈറ്റില് പക്ഷഭേദം കാണിക്കുന്നു, മാക്സിമം ഹൈറ്റിൽ ഓസിലേറ്റ് ചെയ്യുന്നു, അവനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ, ആന്റി നോഡ് എന്ന് വിളിക്കാം. ഒരു നോഡും അടുത്ത നോഡും നമ്മൾ ഡിസ്റ്റൻസ് λ/2, ഒരു ആന്റിനോഡും അടുത്ത ആന്റിനോഡും നമ്മൾ ഡിസ്റ്റൻസ് λ/2, ഒരു നോഡും ആന്റിനോഡും നമ്മൾ ഡിസ്റ്റൻസ് λ/4. കേട്ടോ? വേവ് ലെങ്ത് ഓഫ് സ്റ്റേഷണറി വേവ് എന്ന് പറയുന്നത് മക്കളെ മറ്റേ ഇൻഡിവിജ്വൽ വേവിന്റെ വേവ് ലെങ്ത് തന്നെയാണ്. അതുപോലെ ടൈം പീരീഡും ഫ്രീക്വൻസിയിലും ഒന്നും എന്ത് വരുന്നില്ല, മാറ്റങ്ങൾ നിങ്ങൾ വരുന്നില്ല. ഇവന്റെ വേവ് ലെങ്ത്തും ഇവന്റെ ഫ്രീക്വൻസിയും സ്റ്റേഷണറി വേവിന്റെ ഫ്രീക്വൻസിയും ഇൻഡിവിജ്വൽ വേവിന്റെ ഫ്രീക്വൻസിയും ഒക്കെ ഈക്വൽ ആണെന്നുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. അതേപോലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 2a ആണ്, 2 ടൈംസ് ഓഫ് ഇൻഡിവിജ്വൽ വേവ് ആണ്. അത് ആന്റി നോഡിലുള്ള പാർട്ടിക്കിളിനാണ്. നോഡിലുള്ള പാർട്ടിക്കിളിന് ആംപ്ലിറ്റ്യൂഡ് മക്കളെ ഇല്ല. അതുപോലെ മാക്സിമം വെലോസിറ്റി വരുന്നത് ഏതിലാണ് മക്കളെ, അത് മാക്സിമം വെലോസിറ്റി ആന്റി നോഡിലുള്ള പാർട്ടിക്കിൾ തന്നെയാണ് വരുന്നത്. നോഡിലുള്ള പാർട്ടിക്കിൾ എന്താണ് മക്കളെ, 0 വെലോസിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എങ്ങനെ വരച്ചു, ഇത് രണ്ട് ലൂപ്പുകളാണ് അല്ലെ, നമ്മൾ ഇതിനെ ലൂപ്പ് എന്നാണ് വിളിക്കുക. അപ്പൊ ഒരു നോഡിനും ഇടയിലുള്ള സ്ഥലമാണ് ഒരു ലൂപ്പ്. മക്കളെ ഇതിനുള്ളിലുള്ള കുറെ അധികം പാർട്ടിക്കിൾസ്, ഞാൻ ഇവിടെ കുറച്ച് ഡോട്ടിട്ട് പാർട്ടിക്കിൾസ് വരച്ചു വയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടികളൊക്കെ ഒരേ ഫേസിലാണ് ഓസിലേറ്റ് ചെയ്യുക. ആ ഒരേ ഫേസിലാണ് ഓസിലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, ഇവരെല്ലാവരും തുടങ്ങുന്നതും ഒരേപോലെയാണ്, തുടങ്ങുന്നതും അതേപോലെ ഹൈറ്റിലേക്ക് എത്തുന്നതും ഒരേപോലെയാണ് പോകുന്നത്. അതായത് ഇവരെല്ലാവരും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ അർത്ഥം, പച്ച മലയാളത്തിൽ പറയുമ്പോൾ അത്. അപ്പോ രണ്ട് നോഡുകൾക്കിടയിൽ കിടക്കുന്ന, നോക്കൂട്ടാ, രണ്ട് നോഡുകൾക്കിടയിൽ കിടക്കുന്ന പാർട്ടിക്കിൾസ് ആർ ഓസിലേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ് എന്ന് പറയുമ്പോൾ അവർ ഒരേ സമയത്ത് ആരംഭിക്കുന്ന ഒരേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കി, ഈ നോഡിനും ഇടയിൽ കിടക്കുന്ന പാർട്ടിക്കിൾസ് എല്ലാവരും മുകളിലേക്ക് പോകും കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാർട്ടികൾ മുകളിലേക്കാണെങ്കിൽ ലാസ്റ്റ് പാർട്ടികൾ വരെ മുകളിലേക്കാണ് കേട്ടോ. അപ്പൊ ഇവരെല്ലാവരും മുകളിലേക്ക്, ഇനി ഇവരെല്ലാവരും താഴേക്കായിരിക്കും. അങ്ങനെ പോകുള്ളൂ, അല്ലാണ്ട് ഒരാൾ മുകളിൽ പോയി മറ്റാൾ താഴേക്ക് വരുന്നതല്ല, എല്ലാവരും ഒരുമിച്ചാണ് പോവാ. സോ നമുക്കെന്ന് പറയാൻ പറ്റും മക്കളെ, പാർട്ടിക്കിൾ ബിറ്റ്വീൻ ടു നോഡ്സ്, രണ്ട് നോഡുകൾക്കിടയിലുള്ള പാർട്ടിക്കിൾ ഓസിലേറ്റിംഗ് ഇൻ സെയിം ഫേസ്. മക്കളെ ഓസിലേറ്റിംഗ് സെയിം ഫേസ് എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും, ഒരേ ഡയറക്ഷനിലോട്ട് മുകളിലേക്ക്. യെസ്. ബട്ട് മക്കളെ ഇവര് മുകളിലേക്ക് പോകുമ്പോ കണ്ട, ഒരു ലൂപ്പിന്റെ പാർട്ടികൾ മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അടുത്ത അഡ്ജസന്റ് ലൂപ്പിന്റെ പാർട്ടികൾ താഴേക്ക് വരിക. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരാൾ മുകളിലേക്ക് പോകുമ്പോൾ മറ്റാൾ എവിടേക്ക് വരിക മക്കളെ, താഴേക്ക് വരിക. സോ ഫസ്റ്റ് ലൂപ്പ് മുകളിലേക്ക് പോകണമെങ്കിൽ സെക്കൻഡ് ലൂപ്പ് എന്താ ചെയ്യുക മക്കളെ, താഴേക്ക് വരിക. സോ പാർട്ടിക്കിൾ ഓഫ് അഡ്ജസന്റ് ലൂപ്പ്, മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, അഡ്ജസന്റ് ലൂപ്പിന്റെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് വിത്ത് പൈ ഫേസ് ഡിഫറൻസ്. മക്കളെ പൈ ഫേസ് ഡിഫറൻസിലാണ് ഓസിലേറ്റ് ചെയ്യുക. ഈ പൈ ഫേസ് ഡിഫറൻസ് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഒരാൾ മുകളിലേക്ക് പോകുമ്പോൾ ഒരാൾ ഇവിടേക്ക് വരും, മക്കളെ താഴേക്ക് വരും. അപ്പൊ ഒരേ ലൂപ്പിലുള്ള പാർട്ടിക്കിള് ഒരേപോലെ ഓസിലേറ്റ് ചെയ്യും. അഡ്ജസന്റ് ലൂപ്പിലുള്ള പാർട്ടിക്കിള് പൈ ഫേസ് ഡിഫറൻസ് എന്ത് ചെയ്യുന്നു മക്കളെ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റേഷണറി വേവിനെ കുറിച്ച് പഠിച്ചു വെക്കാം. ഇനി ഞാൻ മാത്തമാറ്റിക്കലി ഒരു ഇക്വേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്റ്റേഷണറി വേവിനെ കുറിച്ച്. യെസ്, നോക്കൂ, എത്ര വേവുകൾ ആഡ് ചെയ്തിട്ടാണ് സ്റ്റേഷണറി വേവ് ഉണ്ടായി? രണ്ട് വേവുകൾ ആഡ് ചെയ്തിട്ടാണ് സ്റ്റേഷണറി വേവ് ഉണ്ടായി അല്ലെ. രണ്ട് വേവുകൾ, ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്, ഈക്വൽ ഫ്രീക്വൻസി, ഈക്വൽ വേവ് ലെങ്ത്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നിങ്ങൾ നോക്കൂ മക്കളെ, y1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വേവ് കേട്ടോ. ഫസ്റ്റ് വേവിന്റെ ഇക്വേഷൻ ഞാൻ എഴുതുന്നു, a സൈൻ
ഒമേഗ ടി മൈനസ് കെ എക്സ്. കണ്ട ഫസ്റ്റ് വേവിന്റെ ഇക്വേഷൻ ഞാൻ എഴുതി എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് എഴുതി. സെക്കൻഡ് വേവിന്റെ ഇക്വേഷൻ y2 ഈക്വൽ ടു എ. കണ്ട ആംപ്ലിറ്റ്യൂഡ് സെയിം ആ നോക്കൂ. കണ്ട ഇവർ രണ്ടുപേരുടെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആ. എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ്. കണ്ട നിങ്ങൾ നോക്കി ഇവിടെ മൈനസ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് എക്സ് ഡാഷ് കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇവിടെ പ്ലസ് വന്ന അർത്ഥം മക്കളെ മൈനസ് എക്സ് ഡാഷ് കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സോ അത് മാത്രം മാറ്റം. ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ആംഗിൾ ഓഫ് ഫ്രീക്വൻസി സെയിം ആണ്, എല്ലാം സെയിം ആണ്. ക്ലിയർ അല്ലേ? യെസ്, വേവ് ലെങ്ത് സെയിം ആണ്. അപ്പൊ K1 K2 എന്ന് പറഞ്ഞാൽ ഒക്കെ K ഒമേഗ ഒമേഗ. ആകെ വ്യത്യാസം ഇവിടെ മൈനസ് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇനി റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രകാരം എന്ത് വരും മക്കളെ? രണ്ടും കൂടി എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മക്കളെ ഞാൻ അതിന്റെ അവസാനത്തെ റിസൾട്ട് ആണ് എഴുതുന്നത്. സോ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മക്കളെ 2a sin kx 2a sin kx sin ഒമേഗ ടി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും മക്കളെ. 2a sin kx sin ഒമേഗ ടി. ഇത് ഒരു ടൈപ്പ് ഇക്വേഷൻ ആണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. കെ എക്സ് ഒരു ട്രിഗണോമെട്രിയിലും ഒമേഗ ടി മറ്റൊരു ട്രിഗണോമെട്രി ഫംഗ്ഷനിലും ആയിട്ട് ആ രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിൽക്കണേ. യൂസ് യുവർ ബ്രെയിൻ. സൈൻ കെ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നാണ്. അപ്പൊ ഒരു ഫംഗ്ഷനിലാണ് കെ എക്സ് പോയിക്കണേ, മറ്റേ ഫംഗ്ഷനിലാണ് ഒമേഗ ടി പോയിക്കണേ. ക്ലിയർ ആണല്ലോ? ഒരു ഫംഗ്ഷനിലാണ് കെ എക്സ് പോയിക്കണം, ഒരു ഫംഗ്ഷനിലാണ് ഒമേഗ ടി പോയിക്കണേ. ഇതൊരു സ്റ്റേഷണറി വേവിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് 4 ഇക്വേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റേഷണറി വേവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ സ്റ്റേഷണറി വേവിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗം ഈ കെ എക്സും ഒമേഗ ടിയും എന്ത് സംഭവിക്കും മക്കളെ? വെവ്വേറെ ടൈമിൽ വരും. ഈ കെ എക്സും ഒമേഗ ടി ഒരേ ടൈമിൽ വരാണെങ്കിൽ അത് പ്രോഗ്രസീവ് വേവ്. കണ്ട ഇതൊരു പ്രോഗ്രസീവ് വേവ്, ഇതൊരു പ്രോഗ്രസീവ് വേവ്. കാരണം എന്താ? ഒമേഗ ടി കെ എക്സ് ഒരുമിച്ച് നടക്കണേ അല്ലെ? ഒമേഗ ടി കെ എക്സ് ഒരുമിച്ച് നിൽക്കണേ. അപ്പൊ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ സംഭവിക്കും ഒരേ ഫംഗ്ഷൻ നടക്കണേ. അപ്പൊ അത് പ്രോഗ്രസീവ് വേവ്. ഇവിടെ സൈൻ കെ എക്സ് ഒമേഗ ടി വേറെ, കെ എക്സ് ഒരെണ്ണത്തില് ഒമേഗ ടി മറ്റൊരു ഫംഗ്ഷൻ ലെവലിൽ ഇൻഡ്യൂ ചെയ്ത് നടക്കണം. മക്കളെ ഇതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതാം മക്കളെ. y ഈക്വൽ ടു ഞാൻ കുറച്ച് ഇക്വേഷൻസ് എഴുതിക്കുന്നത് 2a sin kx sin ഒമേഗ ടി. അതൊരു ഫോർമാറ്റ്. അല്ലെങ്കിൽ 2a sin kx cos ഒമേഗ ടി, അല്ലെങ്കിൽ 2a cos kx sin ഒമേഗ ടി, അല്ലെങ്കിൽ 2a cos kx cos ഒമേഗ ടി. മക്കളെ കണ്ട ഈ 4 ഫോർമാറ്റിലും നിങ്ങൾക്ക് സ്റ്റേഷണറി വേവ് അവൈലബിൾ ആണ്. സൈനും കോസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും സ്റ്റേഷണറി വേവ് തന്നെയാണ്. അപ്പൊ കെ എക്സ് ഇൻറ്റു ഒമേഗ ടി. കണ്ട രണ്ട് വ്യത്യസ്ത ഫംഗ്ഷനിൽ വന്നാൽ മതി. കണ്ട കെ എക്സും ഒമേഗ ടിയും ജോയിൻ ചെയ്ത് പ്ലസ് ഓർ മൈനസ് ഫോമിൽ വരാതെ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നുള്ള ഫോർമാറ്റിൽ വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റേഷണറി വേവ് ആണ്. കേട്ടോ അതിലിപ്പോ സൈനിന് പകരം കോസ് വന്നാലും കോസിന് പകരം സൈൻ വന്നാലും യാതൊരു വിധ വ്യത്യാസവും. അപ്പൊ ഈ 4 ഇക്വേഷൻസും സ്റ്റേഷണറി വേവിനെ സൂചിപ്പിക്കുന്നതാണ്. കേട്ടോ ഈ 4 ഇക്വേഷൻസും സ്റ്റേഷണറി വേവിനെ സൂചിപ്പിക്കുന്നതാണ് ഉള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇതൊരു സ്റ്റേഷണറി വേവ് ആണ്. അതില് ഈ ഒമേഗ ടിയുടെ വാല്യൂ മാറ്റി വെക്കുക. കാരണം ടൈമാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ? മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ ടൈം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാധനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും മക്കളെ? മാറിക്കൊണ്ടിരിക്കും. ഇവർക്കൊക്കെ മാക്സിമം നമുക്കറിയാം സൈനോമേഗ ടി ആയാലും കോസോമേഗ ടി ആയാലും ഇറ്റ്സ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ? ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും മക്കളെ? ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 1 ആണ് അല്ലെ? അപ്പൊ സൈനോമേഗ ടിക്കും കോസോമേഗ ടിക്കും ഒക്കെ വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 1 ആണ്. ഇവര് 1 ആയി കഴിഞ്ഞാൽ, ഇവര് മാക്സിമം ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവും. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആയി കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്താ വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ് എന്നാ വിളിക്കുക. സോ ആംപ്ലിറ്റ്യൂഡ് ഇൻ ദിസ് കേസ് ഈക്വൽ ടു മക്കൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ കെ എക്സ് വരുന്ന ടേമുകളാണ് ആംപ്ലിറ്റ്യൂഡ്. കേട്ടോ അത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചാൽ മതി. ഒമേഗ ടി എന്ന് പറഞ്ഞ സാധനത്തിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മതി, ബാക്കിയുള്ള ആംപ്ലിറ്റ്യൂഡാ. അപ്പൊ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 2a sin kx 2a sin kx 2a cos kx 2a cos kx. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ എഴുതുന്നു 2a sin kx എന്ന് എഴുതി, അല്ലെങ്കിൽ 2a cos kx. ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് അവൈലബിൾ അല്ലെ? 2a sin kx 2a cos kx ആണ് ആംപ്ലിറ്റ്യൂഡ്. മക്കളെ ശ്രദ്ധിച്ചോട്ടാ. ഒമേഗ ടി എന്നുള്ള ഭാഗം മാറ്റി വെച്ച ആംപ്ലിറ്റ്യൂഡ് സിമ്പിൾ ആയി പഠിച്ചോ. ഇത് തന്നെയുള്ളൂ സിമ്പിൾ ആയി പഠിക്കാൻ. യെസ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കണ്ട പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ് എന്ന് പറയുന്ന പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സ്റ്റേഷണറി വേവ്, ഞാൻ ഇത് മാറ്റിയാണ്, ഞാൻ നിങ്ങളോട് സ്റ്റേഷണറി വേവ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റേഷണറി വേവ് പഠിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ? എല്ലാവരുടെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണോ? എല്ലാവരുടെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണോ സ്റ്റേഷണറി വേവില്? അല്ല, എല്ലാവരുടെയും ആംപ്ലിറ്റ്യൂഡ് മക്കളെ സെയിം അല്ല. നമ്മൾ നോക്കിയേ ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ ഒരു ലൂപ്പ് വരച്ചു. യെസ്, ഇവന് ആംപ്ലിറ്റ്യൂഡ് ഇല്ല. ഇവന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ മക്കളെ? നോഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 0. ഇവന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 2a അല്ലെ? നമ്മൾ അതല്ലേ പറഞ്ഞേ 2a. അപ്പൊ ഇവന്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. നോഡിന്റെ ആന്റിനോഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 2a എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും ആംപ്ലിറ്റ്യൂഡ് 0ക്കും 2aക്കും ഇടയിൽ കിടക്കും. അപ്പോ ഓരോ പാർട്ടിക്കിളിനും ഓരോ ആംപ്ലിറ്റ്യൂഡാ. ഓരോ പാർട്ടിക്കിൾ ഓരോ ഡിസ്റ്റൻസിലാ. എക്സ് 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 അല്ലെ? നമ്മൾ ഒറിജിൻ നമ്മൾ ഇതായിട്ട് എടുക്കുക. ഒറിജിൻ നിന്ന് ഓരോ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് വെവ്വേറെയാ അല്ലെ മക്കളെ? നോക്കുക, ഇവിടുത്തെ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇതാണ് എക്സ്,
ഇനിയിപ്പോ ഇവിടുത്തെ പാർട്ടിക്കിളാണെങ്കിൽ ഇതാണ് എക്സ്. അപ്പൊ ഓരോ പാർട്ടിക്കിളുടെയും എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ് മക്കളെ? ഡിഫറെന്റ് ആണ്. അപ്പോ ഓരോ പാർട്ടിക്കിളിനും ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. എല്ലാവർക്കും ഒരേ ആംപ്ലിറ്റ്യൂഡ് അല്ല, ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പൊസിഷൻ ഈസ് ഗിവൺ ബൈ ദ എക്സ് വാല്യൂ. എക്സ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. അപ്പോ ആംപ്ലിറ്റ്യൂഡ് പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിലാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് 2a sin kx ഉം 2a cos kx ഉം. ഓക്കെ, അതില് ഒരു കാര്യം മനസ്സിലാക്കാം. യെസ്, ഞാൻ അത് മാറ്റിയാണ്. അപ്പോ നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ പാർട്ടിക്കിളും ഓരോന്നാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. ഓക്കെ, യെസ്. ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ നമ്മൾ സാധാരണ സ്ട്രിങ്ങിന്റെ സ്റ്റേഷനറി വേവ് വരയ്ക്കാറുണ്ട്. സാധാരണ സ്ട്രിങ്ങിന്റെ സ്റ്റേഷനറി വേവ് വരയ്ക്കാറുണ്ട്. മക്കളെ, സ്ട്രിങ്ങിന്റെ സ്റ്റേഷനറി വേവ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാറ് അല്ലെ? സ്ട്രിങ്ങിന്റെ സ്റ്റേഷനറി വേവ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാറ്. അതായത് എന്താ? സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോഡാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആംപ്ലിറ്റ്യൂഡ് 0 ആണ് അല്ലെ? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒറിജിൻ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു മക്കളെ 0. എക്സ് ഈക്വൽ ടു 0. ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഈക്വൽ ടു 0. അപ്പൊ എക്സ് 0 ആകുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ? എക്സ് 0 ആകുമ്പോൾ തന്നെ ആംപ്ലിറ്റ്യൂഡ് എന്താവുന്നു മക്കളെ? 0 ആകുന്നു. കാരണം നോഡാണ്. സ്ട്രിങ്ങിന്റെ കേസ് ശ്രദ്ധിക്കും. സ്ട്രിങ്ങില് സ്റ്റേഷനറി വേവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നോഡാണ് ഉണ്ടാവുള്ളൂ. ഒരറ്റത്ത് നോഡ് ഉണ്ടാവുള്ളൂ. അറ്റത്ത് നോഡ് ഉണ്ടാവുന്നതാണ് സ്ട്രിങ്ങർ. അപ്പോ സ്ട്രിങ്ങിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ് മക്കളെ? 0 ആണ്. അപ്പോ അറ്റ വയറുണ്ട്, അതിന്റെ എക്സിന്റെ വാല്യൂ എന്താണ് മക്കളെ? 0 ആണ്. എക്സ് 0 ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കണം മക്കളെ? ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ 2a sin kx ആയിരിക്കണം. ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്? എക്സ് 0 ആയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, എക്സ് 0 ആയി കഴിഞ്ഞാൽ സൈൻ 0 എത്രയാ? 0. അങ്ങനെ എക്സ് 0 ആയി കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് 0 ആവുന്നു. അപ്പോ ഏത് ഇക്വേഷൻ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക? 2a sin kx. അപ്പൊ സ്ട്രിങ്ങിന്റെ സ്റ്റേഷനറി വേവിലെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ, സ്ട്രിങ്ങിന്റെ സ്റ്റേഷനറി വേവിൽ നമ്മൾ ഏത് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ? രണ്ട് ഇക്വേഷൻ ഉള്ളത്, 2a sin kx ഉണ്ട്, 2a cos kx ഉണ്ട്. ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ഇത് പറയും മക്കളെ 2a sin kx ആണ് സെലക്ട് ചെയ്യുന്നത്. യൂസ് യുവർ കോമൺ സെൻസ്. ഇനിയിപ്പോ ഓപ്പൺ പൈപ്പ് ആണെങ്കിലോ യൂസ് യുവർ ബ്രെയിൻ. മക്കളെ, ഓപ്പൺ പൈപ്പ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരച്ചതാ. ഓപ്പൺ പൈപ്പിൽ നമ്മൾ പഠിച്ചത് എന്താ പറയൂ? അറ്റങ്ങളിൽ എന്തുണ്ടാവും പഠിച്ചാണ്? അറ്റകളില്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ആന്റിനോഡ് ഉണ്ടാവുന്ന പഠിപ്പിച്ചത്. സ്റ്റാർട്ടിംഗിലെ ആന്റിനോഡ് ഉണ്ടാവുന്ന പഠിപ്പിച്ചത്. അപ്പൊ ആന്റിനോഡ് ഉണ്ടാവുന്ന പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 2a. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. 2 ടൈംസ് ഓഫ് ഇൻഡിവിജ്വൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് 2a. എക്സ് ഈക്വൽ ടു മക്കളെ 0. അപ്പൊ സ്റ്റാർട്ടിംഗിൽ തന്നെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവണമെങ്കിൽ ഏത് ഇക്വേഷൻ മക്കളെ? കോസിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നിങ്ങളോട് ഏത് ഇക്വേഷൻ ആണ് സാർ സെലക്ട് ചെയ്യുക? ഞാൻ ഇതിന് 2a cos kx ആണോ 2a sin kx ഉള്ള ഇക്വേഷൻ ആണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞു. സ്ട്രിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നോഡ് ആയിരിക്കും മക്കളെ. നോഡ് ആണെങ്കിൽ 2a sin kx is the best. ഓപ്പൺ പൈപ്പിന്റെ കാര്യത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തായിരിക്കും മക്കളെ? ആന്റിനോഡ് ആയിരിക്കും. ആന്റിനോഡ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്കിൽ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും 2a cos kx ആണ്. ഇസ് ക്ലിയർ ഫോർ യു? ക്ലിയർ ആയി? അപ്പോ സ്റ്റേഷനറി വേവിന്റെ ഫോർമാറ്റ് ഓഫ് ഇക്വേഷൻ നോക്കുക. kx ഒരു ഫംഗ്ഷനില്, ഒമേഗ ടി വേറെ ഫംഗ്ഷനില് ഇൻഡ്യൂ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആയില്ലേ? അതെ, സൈനോ കോസോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം കേട്ടോ. 4 ഫോർമാറ്റുകൾ വരാം. അതിൽ ഒമേഗ ടി എന്നുള്ള ഭാഗത്തിന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി നിൽക്കണം ആംപ്ലിറ്റ്യൂഡ്. അതിലപ്പോ രണ്ട് ടൈപ്പ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളൂ, 2a sin kx 2a cos kx. sin kx യൂസ് ചെയ്യുന്നെങ്കിൽ അറ്റത്ത് നോഡ്, അറ്റത്ത് ആന്റിനോഡ് ആണെങ്കിൽ 2a cos kx. ഇസ് ദാറ്റ് വെരി സിമ്പിൾ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റേഷനറി വേവിനെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കാം. റൈറ്റ്, നോട്ട് ചെയ്തോളൂ.